ഇന്ന് നമുക്കൊരു ഇഫ്താർ വിരുന്ന് കൂടാനായിട്ട് പെട്ടെന്നൊന്ന് ഒരുങ്ങി റെഡിയാവാട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു നോമ്പുതുറ പരിപാടി ഉണ്ട്. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ്. പെട്ടെന്ന് ഞാൻ റെഡിയായി. അപ്പോൾ നോമ്പുതുറ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു മുസ്ലിം സ്റ്റൈലിൽ പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുസ്ലിം സ്റ്റൈലിൽ പോവാണ്. അയ്യോ വീഡിയോ ആയില്ലേ? പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയും. നോമ്പ് തുറയ്ക്ക് സമയമായിട്ടില്ല. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ നമുക്ക് ഒരുക്കാനുണ്ട്. അതിനുള്ള സാധനങ്ങളൊക്കെ വന്നിരിപ്പാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു ഇഫ്താർ വിരുന്ന് നമ്മൾ ഒരുക്കുന്നത്. നമ്മുടെ ജീവനക്കാർക്കായിട്ട് ഒരുക്കാണ്. ഇപ്പം തന്നെ നമുക്ക് എത്തിച്ചേരുന്നല്ലോ. നമ്മൾ നമ്മുടെ കൈകൊണ്ടൊക്കെ തന്നെ ഉണ്ടാക്കിയ ഓരോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നത്. എന്തായാലും ഇതൊരു എന്താ പറയുക, ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു അനുഭവം തന്നെയാണ് ഈ ഒരു ഇഫ്താർ വിരുന്നെന്ന് പറയുന്നത്. കാരണം എൻ്റെ ജീവിതത്തിലൊന്നും ഞാൻ ഇതുവരെ നോമ്പെടുത്തിട്ടില്ല. അതായത് നമ്മുടെ മുസ്ലിംസിൻ്റെ ഇപ്പോൾ മലപ്പുറത്തൊക്കെ പറയുന്നു എല്ലാ ദിവസവും മുസ്ലിം സഹോദരങ്ങൾ അല്ലെങ്കിൽ തന്നെ അവരുടെ കൂടി അവരെല്ലാവരും ബാക്കി ക്രിസ്ത്യൻസ് ആയാലും ഹിന്ദുസ് ആയാലും ഒക്കെ നോമ്പെടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെയൊന്നും അങ്ങനെ ഒരു ആചാരം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ പ്രാവശ്യം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നോമ്പ് തുറ ചെയ്തപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ ഞങ്ങൾ നോമ്പെടുത്തിട്ടാണ് ഇത് ചെയ്തത്. നോമ്പ് തുറയ്ക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് മുസ്ലിംസിൻ്റെ ഒരു പ്രത്യേക തരിക്കഞ്ഞി എന്ന് പറയുന്നതാണ്. അപ്പോൾ അത് ഞങ്ങൾ ഒഴിച്ചു വയ്ക്കുന്നതാണ്. പിന്നെ നമ്മളൊരു ഇഫ്താർ കാർഡ് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ വെൽഫെയർ സെക്രട്ടറി അത് എനിക്ക് സമ്മാനിക്കുന്നതാണ് ഈ ഇഫ്താർ കാർഡ്. വന്ന എല്ലാ ആളുകൾക്കും നമ്മൾ ഈ ഇഫ്താർ കാർഡ് കൊടുക്കുന്ന സ്നേഹം. ഹാപ്പി മുബാറക്, ഈദ് മുബാറക്. അങ്ങനെ കാത്തിരുന്ന സമയം വന്നു കേട്ടോ. ബാങ്ക് വിളിച്ചു. അപ്പോൾ നമ്മൾ ഇരുന്നു കൊണ്ട് വേണം ഭക്ഷണം കഴിക്കാൻ എന്നാണ് പറഞ്ഞത്. എനിക്ക് ഇവരുടെ കൂടുതൽ ഇതൊന്നും അറിയില്ല. എന്നിരുന്നാൽ കൂടി അവർ പറയുന്നതിനനുസരിച്ച് അപ്പോൾ ഞാൻ നോമ്പെടുത്ത കാരണം ഞാനത് നോമ്പ് മുറിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി അവസാനിച്ചു.